ഈ 17-ാം തീയതി കേരളം വളരെ ദുഃഖത്തോടെ ഇരിക്കും. കേരളത്തിൻ്റെ ഒരു തലം തൊട്ട് അങ്ങേ തലം വരെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയയുടെ, ഇതൊക്കെയാണ് ദൈവഭക്തിയുടെ ആത്മാവ് എന്ന് വിളിച്ചോതിയ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു യാത്ര ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഇതൊരു കാലഘട്ടത്തിൻ്റെ യാത്രയല്ലായിരുന്നു. മരണം വരെ വളരെ ചെറിയൊരു നൈമിഷിക കാലഘട്ടത്തിൽ മനുഷ്യനിവിടെ ജീവിച്ചു പോവേണ്ടതുണ്ട്. മനുഷ്യർക്കൊപ്പം മനുഷ്യരെ ചേർത്ത് പിടിക്കലാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ യാത്രയിലെ പല ഘട്ടങ്ങളിലായിട്ട് ഞാനും പല പോസ്റ്റുകളും ഇട്ടത്. ഈ മനുഷ്യർക്കൊപ്പം എന്ന ഒരു നിർവചനം അതിനെ ഒരുപാട് ആകർഷിച്ചു. ഒരു വ്യക്തികളെ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, എല്ലാ വ്യക്തികളും, മനുഷ്യനായി ജീവിച്ച എല്ലാ വ്യക്തികളും ഒരുപോലെയാണ്. ചിലർക്ക് എന്തെങ്കിലും പദവികൾ ലഭിച്ചിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും അധികാര വഴികളിൽ അവരെന്തെങ്കിലും ലീഡേഴ്സായിരിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടരികിലുള്ള ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ. ലോകരാഷ്ട്രത്തിൻ്റെ ഒരു തലവനും ആ മനുഷ്യനും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു രാഷ്ട്രത്തലവൻ എത്രമാത്രം ഒരു VIP ആണോ, അതിലേറെ VIP ആണ് നമ്മൾക്കൊരു നേരം ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന നമ്മുടെ വീട്ടരികിലെ ഒരു വ്യക്തി. ആ വ്യക്തിക്കുള്ളിലെ തലച്ചോറിലെ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയ അവരുടെ മതത്തെയോ ജാതിയോ രാഷ്ട്രീയമോ അല്ല അവിടെ നോക്കേണ്ടത്. ആ മനുഷ്യ ശരീരം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അലയുകയാണ്. അതിനോടൊരു കാരുണ്യം കാണിക്കുക, ദയ കാണിക്കുക. ഒരു പൊതി ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒരു കുറച്ച് പണം എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒരിത്തിരി സ്നേഹം, കാരുണ്യ, ദയ കേൾക്കാൻ പറ്റുമെങ്കിൽ, ഒരു പക്ഷേ വർഷങ്ങളോളം നിങ്ങൾ ദൈവത്തെ പ്രകീർത്തിച്ച്, ദൈവത്തിനു വേണ്ടി സിന്ദാബാദ് വിളിച്ച് സംഘടനകളായി പടപൊരുതി, ദൈവങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി പടപൊരുതി നിന്നതിനേക്കാളും നിങ്ങളുടെ ഭക്തിയുടെ റിസൾട്ടായിരിക്കും അവിടെ അനുഭവിക്കുന്നത്. കാരുണ്യമാണത്. അത് നിലനിർത്താനാണ് നമുക്ക് സാഹചര്യമുണ്ട്. അയാൾ എന്തിൽ നിൽക്കുന്നവനല്ല, മനുഷ്യനാണ് അവിടെ വിശന്നിരിക്കുന്നത്. ഒരുപാട് രോഗങ്ങൾ വന്ന് വലയുന്നവരുണ്ട്. ചികിത്സ കിട്ടാതെ ആ ചികിത്സ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പണത്തിന് വേണ്ടി പിരിവുകളുമായി വരുമ്പം നമുക്കുള്ളതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കാനുള്ള കാരുണ്യം, ആ ഒരു മനുഷ്യനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ VIP. മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ മനുഷ്യൻ്റെ തലയിലുള്ള ഒരു സോഫ്റ്റ്വെയറുകളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെത്രയോ വിശാലാണ്. നമുക്ക് പാരമ്പര്യമായി ലഭിച്ച അറിവുകൾ, നമ്മൾ പഠിച്ചെടുത്ത അറിവുകൾ, ഇതിനനുസരിച്ചൊക്കെ ഒരു മനുഷ്യൻ്റെ രൂപം, ഒരു വിശ്വാസം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വിശ്വാസ സംഹിത അനുസരിച്ച് ജീവിക്കുന്നവർ വളരെ ചെറിയൊരു മൈനോറിറ്റി ആയിരിക്കും. കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്ത വിശ്വാസങ്ങളാണ്. ഒരേ സംഘടനയിൽ തന്നെ പലർക്കും പല വിശ്വാസങ്ങളാണ്. പക്ഷെ മനുഷ്യൻ എല്ലാവർക്കും ഒരേ രൂപ, ഒരേ കോശങ്ങളാണ്, ഒരേ മൈറ്റോകോൺട്രിയ, ഒരേ ഹൃദയം, ഒരേപോലുള്ള ഹൃദയം, ഒരേപോലുള്ള ജീവൻ്റെ സ്പന്ദനങ്ങൾ. ഈ ജീവൻ്റെ വില മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ, ആശുപത്രി വളപ്പുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരാളുടെയും ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഇറങ്ങിച്ചെല്ലുന്ന വിശ്വാസി സമൂഹങ്ങളെ നമ്മൾ കാണാറുണ്ട്. അത് ഇന്ന വിശ്വാസത്തിൽ, ഇന്ന സംഘടന നമ്മളല്ല, എല്ലാത്തിലും അതുപോലെയുണ്ട്. ഈ ചേർത്ത് പിടിക്കലാണ് മനുഷ്യന് ആവശ്യം. പലപ്പോഴും പല മനുഷ്യരും അനാഥരെ പോലെയാണ്. അവർക്ക് നോക്കാൻ ആളുണ്ടാവില്ല, നോക്കാൻ ആളുണ്ടെങ്കിൽ പോലും അടുത്തുണ്ടാവില്ല. ഈ ഒരു ഘട്ടത്തിൽ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കൂടെ ചേർത്ത് വെക്കാൻ ഒരാളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇത്തരമൊരു മാനസികാവസ്ഥയാണ് ഒരു വിശ്വാസിയുടെ കരുത്ത്.
മറ്റുള്ളവർക്ക് ദയാ, കാരുണ്യം ഇതൊക്കെ ചെയ്യൽ തന്നെയാണ് ഒരു വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുക, കുറ്റം പറയുക, വിശ്വാസത്തിൻ്റെ പേരിൽ ശത്രുത ഉണ്ടാക്കിയെടുക്കുക, ഇതൊന്നും ഒരു വിശ്വാസത്തിൻ്റെ പ്രൊഡക്റ്റല്ല. സഹജീവികളോടും സഹമനുഷ്യരോടും കാരുണ്യം തോന്നുന്ന അത്രയോളം നമ്മുടെ മാനസികാവസ്ഥ വളരുമ്പോഴേ നമ്മളിൽ വേദപുസ്തകങ്ങളും പ്രവാചകന്മാരുകളും മറ്റെല്ലാ പ്രവാചകരുടെയും നിർദ്ദേശങ്ങളും ആചാര്യന്മാരുടെ നിർവചനങ്ങളും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുള്ളൂ. ആ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഔന്നിത്യഭാവമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ വേണ്ടി ഉള്ള നിർദ്ദേശങ്ങളായിരിക്കാം ഈ ഒരു, ഞാൻ ക്ലാസ്സുകൾ എനിക്കതൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു ടൈറ്റിൽ എന്നെ ഒരുപാട് ആകർഷിച്ചു എന്നുള്ളതാണ്. ഈ ടൈറ്റിൽ കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെയാണ് മിക്കവാറും ചർച്ചകൾ നടന്നത്. പലരും വിമർശിക്കുന്നതൊക്കെ കണ്ടു. വിമർശിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു യാത്ര നിങ്ങൾ മറ്റൊരു സംഘടനയിൽപ്പെട്ടതോ അല്ല മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ ചെയ്യുമ്പോഴേക്ക് അതിനെ വിമർശിക്കുക എന്നുള്ളതല്ല. ആ ഒരു നിർദ്ദേശം, ആ ഒരു മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു നിർദ്ദേശത്തിലേക്ക് നമ്മൾ എത്രമാത്രം ഉയരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിന് വിരുദ്ധമായത് എല്ലാ മനുഷ്യരിലും കാണാം. സ്വന്തം ജാതി നോക്കി മതം നോക്കിയൊക്കെ കാര്യപ്രവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നവരെ കാണാം. അത് മനുഷ്യൻ്റെ ആത്മീയതയുടെ വളർച്ചയ്ക്കനുസരിച്ചാണ്. ആത്മീയത ഏറ്റവും ഔന്നിത്യഭാവത്തിലെത്തിയ ഒരാൾക്ക് ഇതിനൊക്കെ വിഭിന്നമായിട്ട് മനുഷ്യരായി കാണാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു യാത്ര സമൂഹത്തിലുണ്ടാക്കിയ അലയടികൾ, സമൂഹത്തിലുണ്ടാക്കിയ പ്രചോദനങ്ങൾ, അത് ഓരോ മനുഷ്യൻ്റെയും മരണം വരെ ഉണ്ടാവാൻ സാധ്യമാവട്ടെ എന്ന് കാരുണ്യവാനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.